പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വി ഡി സതീശൻ മന്ത്രിസഭയിലെ ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരനെ അദ്ദേഹം പല നിലപാടുകൾ എടുത്തപ്പോഴും ശക്തമായി പിന്തുണച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അദ്ദേഹത്തോട് പല കാര്യങ്ങളിലും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അദ്ദേഹം ആർജവത്തോടു കൂടിയെടുത്ത പല നിലപാടുകളെയും പരസ്യമായി പിന്തുണച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അദ്ദേഹം CPM-കാരെ ശക്തമായ ആർജവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അദ്ദേഹം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFI-ക്കാരെ കൊണ്ടുവന്ന ഒരു ഭീഷണിക്ക് മുമ്പിലും നെഞ്ചു വിരിച്ചു നിന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട് ശ്രീമാൻ കെ മുരളീധരനെ അതിശക്തമായി പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എടുത്തു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിലും ശ്രീമാൻ കെ മുരളീധരൻ എടുത്ത ചില നിലപാടുകളിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങൾ ഞാൻ ബന്ധപ്പെട്ടവരെ ഞാൻ അറിയിച്ചിരുന്നു. അത് ചെയ്യരുത്, അത് ചെയ്തു കഴിഞ്ഞാൽ മോശമാണ്, ഞങ്ങൾക്കൊക്കെ വിമർശിക്കേണ്ടി വരും, അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന് ഞാൻ മുരളീധരനുമായി ബന്ധപ്പെട്ടവരെ ഞാൻ അറിയിച്ചിരുന്നു. അത് അവർ ഗൗരവമായി എടുക്കും എന്നായിരുന്നു എൻ്റെ ബോധ്യം. കെ മുരളീധരൻ ഈ പറഞ്ഞതുപോലെ വി ഡി സതീശനെ അങ്ങേ അറ്റം വരെ പോയി നിന്ന് ഒരു കാരണവുമില്ലാതെ ന്യായീകരിക്കുന്നതിൽ ഉള്ളൊരു അസ്വസ്ഥതയും എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു ന്യായവുമില്ലാതെ വി ഡി സതീശനെ ന്യായീകരിക്കുന്ന ഒരു സമീപനം മുരളീധരൻ എടുത്തുകൊണ്ടിരുന്നു. അത് എൻ്റെ അഭിപ്രായ വ്യത്യാസം. മുരളീധരൻ എടുക്കുന്ന നിലപാട് മുരളീധരൻ്റെ നിലപാട്, അതിനകത്തൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ മുരളീധരനെ പരസ്യമായി ഒരു കാര്യത്തിൽ വിമർശിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ആ വിഷയത്തിൽ എനിക്ക് മുരളീധരനെ വിമർശിക്കാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പരസ്യമായി ആ കാര്യത്തിൽ മുരളീധരൻ എടുത്ത നിലപാടിന് വ്യത്യസ്തമായി ഒരു നിലപാട് ഞാൻ എടുക്കും. സുഹൃത്തുക്കളെ, നമുക്കറിയാലോ, കഴിഞ്ഞ ഒരു ഏതാണ്ട് 1.5 മാസക്കാലമായി കേരളത്തിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കശുവണ്ടി അഴിമതി കേസിൽ ഉണ്ടായിട്ടുള്ള ചില നടപടികളാണ്. നമുക്കറിയാം, കശുവണ്ടി അഴിമതി കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായി നിന്നിരുന്നത് INTUC സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള R ചന്ദ്രശേഖരനായി. കശുവണ്ടി അഴിമതി കേസിൽ 2ാം പ്രതിയായി R ചന്ദ്രശേഖരൻ നിന്നെങ്കിലും R ചന്ദ്രശേഖരനെ ഏറ്റവും കൂടുതൽ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിച്ചത് CPM-ഉം പിണറായി വിജയനുമായിരുന്നു. അതുകൊണ്ട് തന്നെ 2020 മുതൽ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് CBI ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും പിണറായി സർക്കാർ അനുവാദം കൊടുത്തിരുന്നില്ല. 1 അല്ല 2 അല്ല 3 തവണയാണ് ഈ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം പിണറായി സർക്കാർ നിഷേധിച്ചത്. അതിനെ തുടർന്ന് സർക്കാർ മാറി വന്നു, സതീശൻ സർക്കാർ വന്നു. സതീശൻ സർക്കാർ വന്നിട്ടും ആദ്യം ഒരു തവണ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചു. എന്നാൽ കോടതിയുടെ ശക്തമായിട്ടുള്ള നിലപാടിനെ തുടർന്നു. കാരണം ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജായിട്ടുള്ള A ബദറുദ്ദീൻ എടുത്തിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാടുകൊണ്ടാണ് ഇത് ഇവിടം വരെ നിന്നത്. അല്ലെങ്കിൽ ഇത് അന്തരീക്ഷത്തെ വിലയം പ്രാപിച്ചു പോയേനെ. കാരണം ഇടതും വലതും സംരക്ഷിക്കുകയാണല്ലോ, അപ്പോൾ രക്ഷയില്ലോ. പക്ഷേ ബദറുദ്ദീൻ എന്ന് പറഞ്ഞ ന്യായാധിപൻ എടുത്തിട്ടുള്ള അതികർശനമായിട്ടുള്ള നിലപാടുകളെ തുടർന്ന് ആ കേസിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ സർക്കാർ നിർബന്ധിതരായി. എന്നാൽ ആ പ്രോസിക്യൂഷൻ സാങ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം പിന്നെയും ഉയർന്നു വന്നു. ഈ കഴിഞ്ഞ ജൂലൈ 2-ാം തീയതി പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കുന്ന ഉത്തരവിലും കോടതിയെ ഉൾപ്പെടെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന ഒരു ഉത്തരവാണ് അന്ന് വന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ഉത്തരവിനെതിരെ പ്രതിക്ക് ഉയർന്ന കോടതിയിൽ പോകാനുള്ള അനുവാദം കൂടി നൽകിക്കൊണ്ട് ഒരു ഉത്തരവിറങ്ങി. ആ ഉത്തരവിനകത്ത് കോടതിക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ അത് കോടതിയിൽ ഹാജരാക്കുന്നതിന് സമയം ചോദിച്ചു. കോടതിയിൽ അത് ഹാജരാക്കിയില്ല. കാരണം കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിൽ കോടതി ഇലക്ഷൻ വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ കോടതിയിൽ ഹാജരാവാതിരുന്ന ആ ഉത്തരവ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം 2ാം പ്രതിയായിട്ടുള്ള R ചന്ദ്രശേഖരൻ്റെ കയ്യിൽ വരികയും അയാളത് പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്യുകയും ചെയ്തത് വലിയ വിഷയമായി മാറി. അത് പിന്നീട് കോടതിയലക്ഷ്യ നടപടികളിലേക്ക് പോയി. കോടതി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കോടതിയിൽ വെച്ച് നിർത്തി പൊരിക്കുന്ന സാഹചര്യമുണ്ടായി. അവസാനം സമസ്താപരാധം പറഞ്ഞ സർക്കാർ ഈ ഉത്തരവ് മാറ്റി അമെൻഡ് ചെയ്ത് സമസ്താപരാധം പറഞ്ഞുകൊണ്ട് പുതിയ ഉത്തരവ് കോടതിയിൽ സമർപ്പിച്ചു. അതിനെ തുടർന്ന് കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതി അവസാനിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് തർക്കമുണ്ട്. അതിനെ തുടർന്ന് ഞാനൊന്ന് കോടതിയിൽ പോയിരുന്നു. കാരണം ഈ
സംസ്ഥാന സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ 3 പ്രതികളിൽ ഒരാളായിട്ടുള്ള കെ രതീഷ് മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നതിനെതിരായിട്ട് ഞാൻ കോടതിയിൽ പോയിരുന്നു. അതിനെ തുടർന്ന് കെ രതീഷിനെ ആ സ്ഥാനത്ത് നിന്ന് കോടതി നീക്കം ചെയ്യുകയുണ്ടായി. ആ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ കോടതിയൊക്കെ അധിക്ഷേപിക്കുന്ന ഒരു ഉത്തരവ് ഇറങ്ങിയതിൻ്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി വിജിലൻസിന് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിജിലൻസ് കോടതിയിൽ പറഞ്ഞതിനെ തുടർന്ന് ആ കേസും വീണ്ടും മാറ്റിവെച്ചിരിക്കും. അപ്പോൾ ആ വിഷയങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, അതിപ്പോഴും ഒരു വിവാദമായി തന്നെ നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിനിടയിൽ സതീശൻ സർക്കാർ തന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്ത, വിചാരണ നേരിടണമെന്നുള്ള നിലയിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്ത INTUസിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനുമായി ചന്ദ്രശേഖരന് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്ത മന്ത്രിസഭയിലെ തന്നെ അംഗങ്ങൾ തയ്യാറാവുന്ന ഒരു സ്ഥിതി വന്നു. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സഹകരണ വകുപ്പ് മന്ത്രി ശ്രീമാൻ M. ലിജു, അതുപോലെ തന്നെ മറ്റൊരു മന്ത്രിയായിട്ടുള്ള ബിന്ദു കൃഷ്ണ, അവരൊക്കെ ചന്ദ്രശേഖരനുമായി വേദി പങ്കിടുന്ന വിഷയം വന്നപ്പോൾ ഞാൻ അവരെയൊക്കെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ തന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തതല്ലേ ആർ ചന്ദ്രശേഖരന്? നിങ്ങളുടെ ക്യാബിനറ്റല്ലേ കൊടുത്തത്? നിങ്ങളുടെ സർക്കാരല്ലേ കൊടുത്തത്? അങ്ങനെ കൊടുത്ത അയാളുമായി നിങ്ങൾ വേദി പങ്കിടുന്നത് ശരിയാണോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർക്കതിൻ്റെ ഗൗരവം മനസ്സിലായി. അവർ രണ്ടുപേരും അതിൽ നിന്ന് പിന്മാറി. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് വെച്ച് ബിന്ദുകൃഷ്ണ കണ്ടപ്പോൾ ആ മന്ത്രി ബിന്ദുകൃഷ്ണ എൻ്റെ അടുത്തത് പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് രതീഷുമായി ബന്ധപ്പെട്ട വിഷയം വന്നത്. രതീഷുമായി ബന്ധപ്പെട്ട് ചില മന്ത്രിമാരെ പങ്കെടുത്തു, പക്ഷേ അത് അവരുടെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ പിന്നീട് ഒരു ചടങ്ങിൽ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു രതീഷുമായി, അദ്ദേഹം അതിനകത്ത് നിന്ന് പിന്മാറി. പക്ഷെ സുഹൃത്തുക്കളെ, എന്നെ ഞെട്ടിച്ച ഒരു വിഷയമെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ പല കാര്യങ്ങളിലും ശക്തമായി പിന്തുണ കൊടുത്ത് എനിക്ക് വളരെയേറെ പിന്തുണയും ബഹുമാനവും ഉണ്ടായിരുന്ന ശ്രീമാൻ കെ മുരളീധരൻ ഈ ആർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഈ അഴിമതിക്കാരനുമായി ഒരു വേദി പങ്കിട്ടു എന്ന് ഉള്ള വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആർ ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിചാരണ ചെയ്യാനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഉള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് VD സതീശൻ്റെ നേതൃത്വത്തിൽ കെ മുരളീധരനും കൂടി പങ്കെടുത്ത ക്യാബിനറ്റല്ലേ, മന്ത്രിസഭയല്ലേ ആർ ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യാൻ അനുവാദം നൽകിക്കൊണ്ട് അനുവാദം കൊടുത്തത്? അപ്പോൾ മുരളീധരനും കൂടെ ചേർന്നുകൊണ്ടല്ലേ ആ തീരുമാനം എടുത്തത്. ആ തീരുമാനത്തിൽ പങ്കാളിയായിട്ടുള്ള മുരളീധരന് വിചാരണ നേരിടാൻ വേണ്ടിയിട്ട് സർക്കാർ കൊടുത്തിട്ടുള്ള ആ കേസിൽ 2ാം പ്രതിയായിട്ടുള്ള ആർ ചന്ദ്രശേഖരനുമായിട്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഒരു വേദി പങ്കിടാൻ കഴിയുക? ആ വേദി പങ്കിട്ട് കഴിയുമ്പോൾ കൊടുക്കുന്ന സന്ദേശം എന്താ? അഴിമതി കേസിൽ വിചാരണ നേരിടുന്ന ഒരാളുമായും എനിക്ക് വേദി പങ്കിടാൻ ബുദ്ധിമുട്ടില്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം ആർ ചന്ദ്രശേഖരൻ നടത്തിയ അഴിമതിയുമായി കെ മുരളീധരൻ സമരസപ്പെടുന്നു എന്നല്ലേ സുഹൃത്തുക്കളെ? അത് ശരിയാണോ? അതങ്ങനെ പാടുണ്ടോ? അത് തെറ്റല്ലേ? അതിൽ നിന്ന് കെ മുരളീധരൻ പിൻവലിയേണ്ടതല്ലായിരുന്നു? ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഏതോ ഒരു ട്രേഡ് യൂണിയൻ്റെ ചടങ്ങിൽ ചെന്ന് ആർ ചന്ദ്രശേഖരൻ മുരളീധരന് ഒരു ഷാള് അണിഞ്ഞു കൊടുക്കുന്നു. ആ അണിഞ്ഞു കൊടുത്ത വിവരം ആർ ചന്ദ്രശേഖരൻ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിടുന്നു. എന്ന് പറഞ്ഞാൽ എന്നെ വിചാരണ ചെയ്യാൻ അനുവാദം നൽകിയ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇതാ എൻ്റെ കൂടെ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾക്ക് അനുകൂലമായിട്ടുള്ള പ്രചരണം നടത്തുകയാണ് സുഹൃത്തുക്കളെ. ഇത് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മോശമല്ലേ? കെ മുരളീധരനെ പ്രതിച്ഛായ ഇത് ബാധിക്കില്ലേ? ഈ 3 മാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിച്ഛായുള്ളൊരു മന്ത്രിയായിരുന്നില്ലേ കെ മുരളീധരൻ? എന്തിനാണ് കെ മുരളീധരൻ താനിരിക്കുന്ന കൊമ്പ് മുറിച്ചത്? എന്തിനാണ് കെ മുരളീധരൻ താനും കൂടി വിചാരണയ്ക്ക് അനുവാദം കൊടുത്ത ഒരു അഴിമതിക്കാരനുമായി ഈ യോഗത്തിൽ പങ്കെടുത്തത്? കെ മുരളീധരൻ ചിന്തിക്കണ്ടേ സുഹൃത്തുക്കളെ? കെ മുരളീധരൻ എന്തിനാണ് തൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുന്ന ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്നത്? അതുകൊണ്ട് എനിക്ക് കെ മുരളീധരനോട് വിനയത്തിലൂടി പറയാനുള്ളത്, താങ്കൾ കൂടിയുള്ള ചേർന്നുള്ള മന്ത്രിസഭ വിചാരണയ്ക്ക് അനുവാദം കൊടുത്ത ആർ ചന്ദ്രശേഖരനുമായി താങ്കൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു വേദി പങ്കിട്ടത് പൂർണ്ണമായി തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. താങ്കളുടെ പ്രതിച്ഛായയെ അത് വളരെ മോശമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
അതുകൊണ്ട് ആ തെറ്റ് താങ്കൾ ഇനി ആവർത്തിക്കില്ല, മന്ത്രി എന്നുള്ളതിൽ ഇനി ആവർത്തിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ തെറ്റ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ കെ മുരളീധരൻ എടുക്കുന്ന എല്ലാ നിലപാടുകളെയും ഭാവിയിൽ എതിർക്കും എന്നൊന്നും കരുതണ്ട. കെ മുരളീധരൻ ഇനിയും നല്ല നിലപാടുകൾ എടുത്താൽ അദ്ദേഹത്തെ ഞാൻ ന്യായീകരിക്കും. പക്ഷേ ഈ നടപടി തീർത്തും തെറ്റായിപ്പോയി എന്നും അഴിമതിക്കാരനായിട്ടുള്ള ആർ ചന്ദ്രശേഖരനെ വെള്ളപൂശുന്ന ഒരു നിലപാടായി പോയി എന്നും വളരെ വിനയത്തോടു കൂടി കെ മുരളീധരനോട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.